മതസംഘടനകൾക്ക് സമൂഹത്തിലെ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ അവകാശമുണ്ടെങ്കിലും ആജ്ഞാപിക്കാൻ പുറപ്പെടരുത് എന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി. ഈ സമൂഹത്തിൽ എല്ലാവരും ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്നും പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നും അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ശാരീരിക മാനസിക കരുത്തുള്ളവരാവണം. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ഇടപഴകി മനസ്സിലാക്കി വളരുമ്പോഴാണ് സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയുന്നത്. സംസ്കാര സമ്പന്നമായ ആധുനിക സമൂഹമായിട്ടാണ് ഭാവി തലമുറ വളരുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാലമാണ്. അത്തരമൊരു കാലത്ത് സൂംബ കായിക പരിശീലനം പോലുള്ള പരിപാടികൾ തെറ്റാണ്, പാടില്ല എന്ന് പറയുന്നത് വിദണ്ഡവാദമാണ്. അങ്ങനെ വാദിക്കുന്നവർ ആത്മപരിശോധന നടത്തണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആധുനിക മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തിൽ മതം വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിൽക്കണം. ഓരോ മതത്തിൻ്റെയും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും മതാചാര പ്രകാരമുള്ള വിദ്യാഭ്യാസം പ്രത്യേകം നടത്താം. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. പൊതുവിദ്യാഭ്യാസം എന്നത് മതനിരപേക്ഷ രാഷ്ട്രത്തിന് അനുയോജ്യമായ വിധത്തിലായിരിക്കണം സർക്കാർ നൽകേണ്ടത്. സൂംബ നൃത്തം എന്നത് പറയുന്നത് കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് കായികക്ഷമതാ പരിശീലനത്തിനായി വികസിപ്പിച്ചെടുത്തതാണ്. ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത സൂംബ നൃത്തം ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ ഗാനങ്ങളെയൊക്കെ ആസ്പദമാക്കി കൂടി കായികക്ഷമത വർദ്ധിപ്പിക്കാനുള്ള ശാരീരിക വ്യായാമങ്ങൾ ചെയ്യാനാണത് എന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയറോബിക്സ്, യോഗ തുടങ്ങിയ കായിക ഇനങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്നും മനസ്സിലാക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുകയാണ്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായി പങ്കെടുക്കണം. രക്ഷിതാവിന് അതിന് ചോയ്സ് ഇല്ല. കോൺടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട് എന്ന് ശിവൻകുട്ടി പറയുകയാണ്.